സാമൂഹിക പ്രവർത്തനം, സന്നദ്ധ പ്രവർത്തനം, സന്നദ്ധ സേവനം, ചാരിറ്റി. നമ്മൾ ചില പരസ്യങ്ങൾ കാണാറുണ്ട്. ഒരു 10 ലക്ഷം രൂപ മുടക്കി ഒരു സമൂഹ വിവാഹം നടത്തും, എന്നിട്ടൊരു പ്രമുഖ പത്രത്തിൽ 1 കോടി രൂപ മുടക്കി അതേക്കുറിച്ചുള്ള ഫുൾ പേജ് പരസ്യവും കൊടുക്കും. അപ്പം ലക്ഷ്യം എന്താണ്? പാവങ്ങളുടെ വിവാഹം നടത്തലാണോ അതോ പ്രശസ്തിയാണോ എന്നുള്ളത്. അതവിടെ നിൽക്കുമ്പോൾ ഒരു യഥാർത്ഥ ചാരിറ്റിയുടെ, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ, പിന്നാക്ക കേന്ദ്രങ്ങളുടെ വികസനങ്ങളുടെ, വനവാസി മേഖലകളിലെ യഥാർത്ഥ സേവനത്തിൻ്റെ ഒരു കഥയാണ് ഇപ്പോൾ പറയാനുള്ളത്. ഇല്ലായ്മകളുടെ കഥകളാണ് ഇടമലക്കുടിക്ക് പറയാനുള്ളത്. ആ ഇല്ലായ്മകൾക്കിടയിലും ഇവിടത്തെ വീടുകൾ ഇനി സൗരോർജത്തിൽ പ്രകാശം പരത്തും. ഷ്നൈഡർ ഇലക്ട്രിക്കിൻ്റെ സഹകരണത്തോടെ സ്വാമി വിവേകാനന്ദ മെഡിക്കൽ മിഷനാണ് ഇവിടേക്ക് 250 സോളാർ ഹോം സിസ്റ്റങ്ങൾ എത്തിച്ചത്. നമുക്ക് കാണാം ആ വാർത്ത. ഇടുക്കി, പാലക്കാട് ജില്ലകളിലെ വനവാസി മേഖലകളിലെ ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്ത് നിരവധി സേവന പ്രവർത്തനങ്ങളാണ് വിവേകാനന്ദ മെഡിക്കൽ മിഷൻ നടത്തുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇടമലക്കുടിയിലെ വിവിധ ആദിവാസി കുടികളിലേക്ക് സോളാർ പാനലുകൾ വിതരണം ചെയ്തത്. ഓരോ യൂണിറ്റിലും 3 LED ലൈറ്റുകളും ഹെഡ്ലാമ്പും ബാറ്ററി സംവിധാനവും സോളാർ പാനലുമുണ്ട്. ആണ്ടവൻകുടി, കവക്കാട്ടുകുടി, അമ്പലപ്പടിക്കുടി, അമ്പലപ്പാറക്കുടി, കണ്ടത്തിക്കുടി, പരപ്പായർകുടി, തേൻപാറക്കുടി, വെള്ളവരക്കുടി തുടങ്ങി വൈദ്യുതി ഇല്ലാത്ത ഗ്രാമങ്ങളിലാണ് സോളാർ പാനലുകൾ വിതരണം ചെയ്തത്. സഹ്യഗിരി വികസന പദ്ധതിയുടെ സംഘടനാ സെക്രട്ടറി TL രാധാകൃഷ്ണൻ, സ്വാമി വിവേകാനന്ദ മെഡിക്കൽ മിഷൻ പ്രതിനിധികൾ, വാർഡ് മെമ്പർമാർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു സോളാർ പാനൽ വിതരണം. ഇനിയും 400-ലധികം വീടുകൾ ഇവിടെ വൈദ്യുതി ഇല്ലാതെ തുടരുകയാണ്. ഇവിടെയും ഈ സൗകര്യം എത്തിക്കാൻ ഷ്നൈഡർ ഇലക്ട്രിക്സിന്റെ പിന്തുണ അനിവാര്യമാണെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ജനം. അതാണ് സേവനം, അതാണ് മാനവസേവ. അവരെ നിങ്ങൾക്ക് ക്യാമറയിൽ പലപ്പോഴും കിട്ടില്ല. ഷ്നൈഡർ ഇലക്ട്രിക്കിന് ബിഗ് സല്യൂട്ട്. ഒപ്പം വിവേകാനന്ദ മിഷന്, സഹ്യഗിരി പദ്ധതിക്ക്, വികസന പദ്ധതിക്കും അതിൻ്റെ അണിയന്തര പ്രവർത്തകർക്കും.